ഇത് ചിക്കൻ റോൾ. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയെങ്കിലേ ഇതുപോലെ വലിപ്പത്തിലും ഇതുപോലെ നിറച്ചും ഫില്ലിങ്ങും വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ റോളിനൊക്കെ ചിക്കൻ റോൾ എന്ന പേരേ ഉള്ളൂ, അതിൻ്റെ അകത്ത് ചിക്കൻ്റെ അംശം പോലും തീരെ കുറവായിരിക്കും. അപ്പം നമുക്ക് നല്ല രുചിയിലും വലിപ്പത്തിലും നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാം. Cook with Sophie, sharing 40 years experience. 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയ ചിക്കനാണ്. ഇതൊന്ന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. 3 സവാള, കുറച്ച് മല്ലിയില, ഒരു 8-9 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 മുട്ട. ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഇത് സൺഫ്ലവർ ഓയിൽ, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, കുറച്ച് ബ്രെഡ് ക്രംസ്, ഉപ്പ്, വെള്ളം, വെളിച്ചെണ്ണ. ഈ ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 3 വിസിൽ, 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും. ഈ മൈദ എന്ന് കുഴച്ചെടുക്കണം. അതിന് നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ആ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർക്കാം. ഇത് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുവാണ്. ഇത് പാലോ വെള്ളമോ ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് വെള്ളമാണ് ചേർക്കുന്നത്. ചപ്പാത്തി മാവിൻ്റെ അയവിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഈ ചിക്കൻ റോളിൻ്റെ ഒക്കെ ബേസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ഈസ്റ്റ് ചേർത്ത് തന്നെ കുഴച്ചെടുത്തെങ്കിൽ നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പം പൊങ്ങി വരുള്ളൂ. ഇതിലേക്ക് അല്പം ഓയിൽ ചേർക്കാം. അപ്പം ഇത് ചപ്പാത്തി മാവിൻ്റെ അയവിൽ കുഴച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് അല്പം എണ്ണ തൂത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം. ഇതിൻ്റെ പുറമെ അല്പം എണ്ണ തൂത്ത് കൊടുക്കണം. ഇത് 1 മണിക്കൂർ അടച്ചു വെക്കാം. സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ചിക്കൻ്റെ ഇതുപോലെ എല്ലിൽ നിന്നൊക്കെ വേർപെടുത്തി ഇതുപോലെ ചെറുതായിട്ട് ഞാൻ പിച്ച് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി മിക്സിയിൽ അടിക്കണമെങ്കിൽ അടിക്കാം, അന്നേരം ഒത്തിരി അരിഞ്ഞു പോകാതെ നോക്കണം. അങ്ങനെ അരിഞ്ഞു പോയാൽ അതിന് കടിക്കാനൊരു ടേസ്റ്റ് ഇല്ല. ചിക്കൻ വേവിച്ച സ്റ്റോക്ക് അത് നമുക്ക് ആവശ്യമുണ്ട്, അത് കളയാതെ വെച്ചേക്കണം. ഇനി ഇതിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കി വെക്കാം. അതിന് ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആദ്യം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. അതിലേക്ക് സവാള ചേർക്കാം. സവാളയൊന്ന് വാടി തന്നാൽ മതി, ഒത്തിരി അങ്ങോട്ട് മുരിഞ്ഞ് കറുത്ത് പോകണ്ട. ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർക്കാം. ഉപ്പ് ചേർക്കാം. ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ്, അതിനനുസരിച്ച് വേണം, അത് നോക്കിയിട്ട് വേണം ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാൻ. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, ഒത്തിരി മൂത്ത് പോകണ്ട. ഇനി തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് പൊടികൾ ചേർക്കാം.
മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇതെല്ലാം ഈ ചെറു തീയിൽ വെച്ച് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിൽ കൂട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. മസാലയും ചിക്കനും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് സ്റ്റോക്ക് ഇല്ലെങ്കിൽ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് തീ കുറച്ച് വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റോളായി നമുക്ക് ഇതൊന്ന് നോക്കാം. തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കുറച്ച് തന്നെ വെക്കണം. ഇപ്പം എല്ലാം കൂടെ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഇനി ഈ അല്പം വെള്ളമയം ഉള്ളതുണ്ടല്ലോ, ഒന്ന് വറ്റി കിട്ടണം, ഒന്ന് തോർന്ന് കിട്ടണം. ശരിക്ക് ഫില്ലിങ്ങിൽ വെള്ളമയം വേണ്ട, നന്നായിട്ട് തോർന്നിരിക്കണം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പൊങ്ങാൻ വെച്ചിട്ട് ഇപ്പം ഡബിൾ ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്നോടെ ഒന്ന് ഇതിൻ്റെ ആ ബബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകത്തേക്ക് വിധത്തിൽ ഒന്നോടെ ഒന്ന് കുഴച്ചെടുക്കണം. ഇത്രയും മതി. നമുക്ക് അടച്ച് തന്നെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയൊന്ന് ഉടച്ച് വെക്കാം. നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മാവിൽ കൂട്ട് ആദ്യം ഒരു എണ്ണ ഒരൽപ്പം കയ്യിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇത് ഞാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെ എടുത്ത്, നമ്മളിത് ഒത്തിരി വലിപ്പമാക്കുന്നില്ല, എന്നാലും കുറച്ചൊരു വലിപ്പം വേണമല്ലോ. അല്പം എണ്ണ ഇവിടെ ഒഴിച്ചിട്ട് ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുക്കാം. ചപ്പാത്തിക്കോല് കൊണ്ട് വേണമെങ്കിലും നമുക്ക് പരത്താം കേട്ടോ. ഇത് ഒത്തിരി അങ്ങോട്ട് ചപ്പാത്തി പോലെ കനം കുറയ്ക്കണ്ട. ഇത് നമുക്ക് ഇങ്ങോട്ട് എടുക്കുകയും ചെയ്യണം. അതുപോലെ വേണം, ഇച്ചിരി അല്പം നീളത്തിൽ വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇത് 2-3 തരത്തിൽ ഈ മടക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പം ഇത് ഇങ്ങനെയാണ് മടക്കിയെടുക്കുന്നത്. ഒന്ന് ഇങ്ങോട്ട് മടക്കിയിട്ട് ഇനി മൈദ വെള്ളം ഒഴിച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്, അത് ഇവിടെ ഒന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഭാഗം ഇങ്ങോട്ട് മടക്കണം. അധികമുള്ള ഭാഗം നമുക്ക് മുറിച്ച് മാറ്റാം. ഒത്തിരി നീണ്ടു നിൽക്കണ്ട, അതുകൊണ്ടാണ്. ഇനി ഇത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പിൽ വേണേലും എത്ര നീളത്തിലോ വണ്ണത്തിലോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. ഇത് ബ്രെഡ് ക്രംസിൽ മുക്കാം. ഇത് നമുക്ക് ഓരോന്നും ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണയെ. അതിലേക്ക് നമുക്കിട്ട് വറുത്തെടുക്കാം. ഇടുമ്പോൾ നല്ല ചൂട് വേണം എണ്ണയ്ക്ക്. അത് കഴിഞ്ഞിട്ട് തീ ഒരല്പം ഒന്ന് കുറച്ച് തന്നെ. ബ്രെഡ് ക്രംസ് അല്ലേ പൊതിഞ്ഞിരിക്കുന്നത്, അത് പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് ഫില്ലിംഗ് ഒക്കെ വെച്ച് നല്ല രുചിക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ.
പുറത്തെ കവറിങ് വേകാത്തതല്ലേ, അപ്പോഴത്തേനും അത് ചെറുതീയിലിട്ട് തന്നെ ഇങ്ങനെ മറിച്ചും തിരിച്ചു വിട്ട് ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കണം. റോളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞു പോകും. അപ്പോൾ അതിനനുസരിച്ച് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണം. അപ്പം ഇത് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ചിക്കൻ റോൾ റെഡിയായി. ബാക്കി നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയെങ്കിലേ ഇതുപോലെ വലിപ്പത്തിലും ഇതുപോലെ നിറച്ചും ഫില്ലിങ്ങും വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ബേക്കറികളിൽ നിന്ന് മേടിക്കുന്ന ചിക്കൻ റോളിനൊക്കെ ചിക്കൻ റോൾ എന്ന പേരേ ഉള്ളൂ. അതിൻ്റെ അത് ചിക്കൻ്റെ അംശം പോലും തീരെ കുറവായിരിക്കും. അപ്പം നമുക്ക് നല്ല രുചിയിലും വലിപ്പത്തിലും നല്ല ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ വീടുകളിൽ ഇതുപോലെ ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ മടിക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ പുതിയ റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി വീഡിയോ ഹോസ്റ്റ്.